ഈവനിംഗ്, വെൽക്കം ടു ദ ഡിബേറ്റ്. രാജ്യമൊട്ടാകെ ഇന്ത്യ മുന്നണി ജ്വലിച്ച തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു കനൽത്തരി മാത്രം നേടി ഇടതുമുന്നണി. ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്കുള്ള കനൽ കൈമാറ്റം മാത്രം ബാക്കി. ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ പോലും ലീഡില്ലാതെ 11 ലോക്സഭാ മണ്ഡലങ്ങൾ. മൊത്തം 19 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം ലീഡ്. 110 സീറ്റുകളിലും UDF, 11 ഇടങ്ങളിൽ BJP-യും LDF-ഉം തമ്മിൽ 8 സീറ്റുകളുടെ അകലം മാത്രം. ആഴത്തിൽ പരിശോധിച്ചും തിരുത്തൽ വരുത്തിയും പ്രവർത്തിക്കുമെന്ന പതിവ് പല്ലവി മതിയോ? ചോദ്യം ഇതാണ്. ശൈലി മാറ്റുമോ പിണറായി? അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, BJP പ്രതിനിധി JR പത്മകുമാർ, KS അരുൺകുമാർ CPM പ്രതിനിധി എന്നിവർ. ആദ്യം CPM പ്രതിനിധി KS അരുൺകുമാറിലേക്ക്. KS അരുൺകുമാർ, ഇന്നലെ പരിസ്ഥിതി ദിനത്തിൽ നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറിച്ചത് ഇങ്ങനെയാണ്: വരൾച്ചയും തരിശുവൽക്കരണവും തടയാനായി ഭൂമിയുടെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കണം. പാർട്ടിയിലെ ഈ വരൾച്ചയും തരിശുവൽക്കരണവും തടയാനായി പാർട്ടിയുടെ ഫലഭൂയിഷ്ഠത എങ്ങനെ വർദ്ധിപ്പിക്കും പാർട്ടി എന്നാണ് തീരുമാനം? മിസ്റ്റർ അരുൺ, ചരിത്രത്തിൽ ഇതിലും വലിയ തിരിച്ചടി LDF നേരിട്ടിട്ടുണ്ട്. 1977 ഒറ്റ സീറ്റ് കിട്ടാതെ വന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം 3 വർഷങ്ങൾക്ക് ശേഷം 1980 വർദ്ധിത ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം 2019 ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി ഇനി എന്ത്? ആകെ ഒരു സീറ്റ് ആലപ്പുഴയിലേക്ക് ഒതുങ്ങി. 123 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു. ബാക്കിയുള്ള 17 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് അന്ന് ഇടതുപക്ഷം ലീഡ് ചെയ്തത്. അപ്പൊ ഇനി എന്താണ് പ്രശസ്തി എന്നെല്ലാം ചോദിച്ച് 1.5 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 6 കോർപ്പറേഷനിൽ 5ഉം LDF നേടി. 14 ജില്ലാ പഞ്ചായത്തിൽ 12ഉം LDF നേടി. 946 ഗ്രാമപഞ്ചായത്തിൽ 600-ലധികം ഗ്രാമപഞ്ചായത്ത് LDF വിജയിച്ചു. ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ 5 തലത്തിലേക്കും ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടി. വീണ്ടും 4 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 ഏപ്രിൽ മെയ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് വന്ന സാഹചര്യമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. 91 സീറ്റിൽ നിന്ന് 99 മാറി. 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായി മാറി. അപ്പൊ 2019 മെയ്യിൽ നിന്ന് 2021 മെയ് ആയപ്പോഴേക്കും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭരണ തുടർച്ചയിലേക്ക് വരാനും കൂടുതൽ ആകർഷകമായിട്ടുള്ള വിജയം നേടാൻ കഴിഞ്ഞതും 2019 ഞങ്ങൾക്കുണ്ടായിട്ടുള്ള തിരിച്ചടിയിൽ നിന്ന് ഞങ്ങൾ പാഠം ഉൾക്കൊണ്ടു. ആ വിധിയെ ഞങ്ങൾ അംഗീകരിച്ചു. എവിടേക്കാണ് പോരായ്മ വന്നത് എന്ന് കൃത്യമായി പരിശോധിച്ചു. ആ പോരായ്മകൾ കണ്ടെത്തി. അവ തിരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരായി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി. അവ ജനങ്ങളുമായി സംവദിച്ചു, ജനങ്ങളുമായി പങ്കുവച്ചു. കുറവ് വന്ന മേഖലകൾ ഞങ്ങൾ പരിഹരിച്ചു. ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ടു. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അടക്കം ഓരോ വീടുകളിലും എത്തി ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ മണിക്കൂറുകൾ ചെലവഴിച്ച് അവ കേട്ട് ഞങ്ങളുടെ ഓരോ കുറവുകളും പരിഹരിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. 2021 കൂടുതൽ വിനയാന്വിതരായ ജനങ്ങളെ കേട്ട CPM നേതൃത്വം 3 വർഷം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ആ പരിപാടി നിർത്തിയത്? ഇല്ല, ഞങ്ങൾ ആ പരിപാടി നിർത്തിയിട്ടൊന്നുമില്ല. ഇവിടെ പല സാഹചര്യങ്ങൾ ഈ ഗവൺമെന്റ് അല്ല, ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ഗവൺമെന്റ് തുടർച്ചയായി 8ാം വർഷത്തിലേക്കാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാകും, ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയായിട്ടുള്ള എല്ലാ വിഷയത്തിലും ഇടതുപക്ഷത്തിന്റെ ഒരു പങ്ക് വളരെ വലുതായിരുന്നു. അത് ഇലക്ട്രൽ ബോണ്ടായാലും, ബിൽക്കീസ് ബാനുവിന്റെ കേസായാലും, കാശ്മീരിനെ കീറിമുറിച്ചപ്പോഴായാലും, പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള സമരമായാലും, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചപ്പോൾ അതിനെതിരെ നടത്തിയ നിയമ പോരാട്ടമായാലും, സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയത്തിനെതിരെ ഡൽഹി കേന്ദ്രീകരിച്ച് സമരം നടത്തിയപ്പോഴും, അതുപോലെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയപ്പോഴെല്ലാം നിങ്ങൾ നടത്തിയ ഒരുപക്ഷെ അഭിമാനകരമായ, ഇന്ത്യയിൽ തന്നെ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുന്നതിന് CPM നടത്തിയ അത്യുജ്വലമായ പോരാട്ടങ്ങളാണ്. പക്ഷേ മറ്റിടങ്ങളിൽ നോക്കൂ, തമിഴ്നാട്ടിൽ അതിനുവേണ്ടിയാണ് 2 സീറ്റ് നിങ്ങൾക്ക് കിട്ടി. വെസ്റ്റ് ബംഗാളിൽ സീറ്റ് നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്ക് രാജസ്ഥാനിൽ നിന്ന് സീറ്റ് കിട്ടുന്നു. അവിടെ CPML-ന് സീറ്റ് കിട്ടുന്നു, CPI-ക്ക് തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടുന്നു. പക്ഷേ കേരളത്തിൽ 12 സീറ്റുകൾ പ്രതീക്ഷിച്ചെടുത്ത് 1 സീറ്റിലേക്ക് മാത്രം നിങ്ങൾ ചുരുങ്ങുകയും കേരളത്തിൽ LDF-ന്റെ മന്ത്രിമാരുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും നിങ്ങൾ പിന്നാക്കം പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ദേശീയതലത്തിൽ നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ ദേശീയതലത്തിലുള്ള സീറ്റിൽ വർധനവിൽ കാണാം. പക്ഷേ കേരളത്തിൽ എന്ത് സംഭവിച്ചു? താങ്കൾ തന്നെ പറഞ്ഞ വാചകമെടുത്താൽ 2019-നും 2021-നും ഇടയിൽ പാർട്ടി തെറ്റിദ്ധരുത്തി.
പക്ഷേ 2021-നും 2024-നും ഇടയിൽ എന്ത് ചെയ്തു? അതാണ് ചോദ്യം. 2021-നും 2024-നും ഇടയിലും നല്ല രൂപത്തിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചത്. കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. നമ്മെ ഒരു തരത്തിലും പ്രഖ്യാപിച്ച പദ്ധതികളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ഇത് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നന്നായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ പെൻഷൻ കൊടുത്തില്ല, ആ പെൻഷന് കുടിശ്ശിക വന്നു. അതിനെന്താണ് കാരണം? കേന്ദ്രം നടത്തിയ പലതരത്തിലുള്ള ഉപരോധവും പെൻഷൻ ഫണ്ട് ബോർഡും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. കാണുന്നത് KS അരുൺകുമാർ, നിങ്ങൾ വിശദീകരിക്കുന്നതിൽ വിജയിച്ചു, പക്ഷേ വിശ്വസിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. അല്ല, ആ കുറവ് ഞങ്ങൾ പരിഹരിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഞങ്ങൾ വിശദീകരിച്ച കാര്യങ്ങൾ അതേ സ്പിരിറ്റോടെ ഉൾക്കൊള്ളാൻ ഒരു വിഭാഗം ജനങ്ങൾക്ക് കഴിയാത്തത്. പ്രധാനപ്പെട്ട കാര്യമാണ് KS അരുൺകുമാർ. 2019-മായി ഇത് നിങ്ങൾ താരതമ്യം ചെയ്യുമെന്ന് എനിക്ക് അറിയാം. നേരത്തെ തന്നെ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടും അതാണ്. പക്ഷേ അങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാര്യം 2019 വലിയ രീതിയിലുള്ള ഒരു രാഹുൽ തരംഗം, വലിയ രീതിയിലുള്ള ശബരിമല വിഷയം, ഇതെല്ലാം മുന്നിലുണ്ടായിരുന്നു. 2020 ആകുമ്പോഴേക്കും ഈ ശബരിമല തരംഗം അവിടെ നിന്ന് ഇറങ്ങുന്നു. അവിടേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുന്നു. പ്രാദേശികമായിട്ട് നിങ്ങളുടെ സംഘടനാ മികവ് അവിടെ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവുന്നു. 2021 ആകുമ്പോഴേക്കും കോവിഡിന്റെയും നിപ്പയുടെയും പ്രളയത്തിന്റെയും ഒക്കെ അഡ്വാൻറ്റേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ക്രൈസിസ് നിങ്ങൾ മാനേജ് ചെയ്യുന്നു KS അരുൺകുമാർ. പക്ഷേ 2021 ശേഷം യഥാർത്ഥ ഭരണ മികവ് കൂടി ജനങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചിട്ടില്ലേ? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ KS അരുൺകുമാർ. മിസ്റ്റർ അരുൺ, അങ്ങ് പറഞ്ഞു തമിഴ്നാട്ടിൽ CPM-ന് വിജയമുണ്ടായി, അതുപോലെ ബീഹാറിലും വോട്ടിംഗ് ശതമാനത്തിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടായി, രാജസ്ഥാനിൽ സീറ്റ് കിട്ടി, നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വിജയിച്ചത്, ബംഗാളിലും വോട്ടിംഗ് ശതമാനത്തിൽ 2019-നേക്കാൾ മുന്നേറിയിട്ടുണ്ട്, ദേശീയ തലത്തിൽ നേട്ടമുണ്ടായി, കേരളത്തിൽ നേട്ടമുണ്ടായില്ല എന്ന് പറഞ്ഞു. അവിടെയെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെയാണ് മത്സരിച്ചത്. കേരളത്തിൽ നമുക്കറിയാം, കേരളവും പഞ്ചാബ് അടക്കം ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ പോലും മുഖ്യ കക്ഷി എന്ന രൂപത്തിൽ കോൺഗ്രസ് ഉണ്ടല്ലോ എന്ന രൂപത്തിലുള്ള ഒരു ചിന്തയും ഒരു വിഭാഗം ആളുകളിൽ വന്നിട്ടുണ്ടാകാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണം കൃത്യമായി മുന്നോട്ട് പോകുമ്പോഴും ആ ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഉപരോധങ്ങൾ, പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ഇടപെടലുകൾ, ആ ഇടപെടലുകളെ തരണം ചെയ്യാൻ ഞങ്ങൾ നടത്തിയ ശ്രമം, ആ ശ്രമം ജനങ്ങൾ ആ രൂപത്തിൽ ഉൾക്കൊള്ളാത്തതിന്റെ ഒരു പ്രശ്നം, അത് കൃത്യമായി ഞങ്ങൾ അഡ്രസ് ചെയ്യും. ഞങ്ങൾ താഴേക്ക് ഇറങ്ങും, ജനങ്ങളുമായി സംവദിക്കും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. എവിടെയൊക്കെയാണ് ജനങ്ങൾക്ക് സംശയമുള്ളത് പരിഹരിക്കും. ഇതാണ് CPM-ന്റെ വിശദീകരണം. ഈ സർക്കാരിന്റെ സ്മൂത്തായിട്ടുള്ള ഭരണത്തിന് എതിരെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചും ഉപരോധം തീർത്തും ഈ സർക്കാരിനെ വരിഞ്ഞു മുറുക്കിയവർ വിജയിക്കുകയും സർക്കാർ അതിൽ വിശദീകരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നവകേരള സദസ്സടക്കം വന്നുവെങ്കിലും സർക്കാർ അതിൽ വിശദീകരിക്കുന്നതിൽ വിജയിച്ചുവെങ്കിലും വിശ്വസിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് പാർട്ടിയുടെ നിലപാട്. പാർട്ടി അതിനെ ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്താ പറയുന്നത്? സർക്കാരിനെതിരായ സംഘടിത പ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കാനും ശ്രമം ശക്തമാക്കും. പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും തിരുത്തൽ വരുത്തിയും സർക്കാർ മികവോടെ പ്രവർത്തിക്കും. ആവശ്യമായ പരിശോധനയും തിരുത്തലും നടത്തുമെന്ന് പാർട്ടി സെക്രട്ടറി വി ഗോവിന്ദൻ പറയുന്നു. ജിൻഡോ, ഇത് ഈ പാർട്ടി വളരെ വിനയാന്വിതമാവുകയാണ് വീണ്ടും. നോക്കൂ, 2019 ഈ ഒരു കനൽ തെരിക്കു ശേഷം നിയമസഭയിൽ ജ്വലിച്ചത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഈ പാർട്ടി എഴുതത്തള്ളാറായിട്ടില്ലെന്ന് മാത്രമല്ല, പാർട്ടിയുടെ വോട്ട് ശതമാനം നോക്കിയാൽ കാര്യമായ ഇടിവും സംഭവിച്ചിട്ടില്ല. ശരിയാണ്, വർധനയുണ്ടായിട്ടില്ല, പക്ഷേ കാര്യമായ ഇടിവും സംഭവിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഒരു UDF വേവാണ്. ഇത് മോദി വിരുദ്ധമായ ഒരു തരംഗമുണ്ട്. അവിടെ കോൺഗ്രസിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചു. അത് സംസ്ഥാന നിയമസഭകളിലേക്ക് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾ 2021 പരാജയമായിരിക്കും ഏറ്റുവാങ്ങാൻ പോകുന്നത്. അതാണ് KS അരുൺകുമാർ പറഞ്ഞതിലെ ചുരുക്കം. അല്ല, KS അരുൺകുമാർ പറഞ്ഞതുപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നിപ്പയും കോവിഡും ഒന്നും ഈ രാജ്യത്ത് ഇനിയും വരാതിരിക്കട്ടെ. കാരണം അതിൻ്റെ ആനുകൂല്യത്തിൽ ഇപ്പോൾ തുടർഭരണം കിട്ടിയ ഒരു സർക്കാരിൻ്റെ പ്രതിനിധിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എൻ്റെ വിഷയം ഇതാണ്. ഇന്നും പിണറായി വിജയൻ പറയുന്നത് സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു എന്നാണ്. സർക്കാരിനെതിരെ ആക്ഷേപങ്ങൾ വെറുതെ ആരും പറയുന്നതല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോഴും അദ്ദേഹം ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ വിശ്വസിക്കുന്ന സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങൾ മറ്റാരോ വെറുതെ പടച്ചുണ്ടാക്കുന്നതെന്നാണ്. അങ്ങനെയല്ല. ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെതിരെ കൃത്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പാർട്ടി അണികൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ടെന്നാണ് MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലത്തിലടക്കം K സുധാകരൻ എന്ന് പറഞ്ഞ KPCCയുടെ പ്രസിഡന്റിന് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ പോലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സർക്കാരിനെതിരെയുള്ള ആക്ഷേപം കോൺഗ്രസിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല, അത് യാഥാർത്ഥ്യമാണെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും പിണറായി വിജയൻ ഉണ്ടാകണം. ഒന്നാമത്തത്. രണ്ടാമത്,
പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ പറയുന്നത് തിരുത്തൽ വരുത്തുമെന്ന. തിരുത്തൽ വരുത്തേണ്ടത് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലുള്ള ആളുകളെയോ അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളെയോ അല്ല നിങ്ങൾ തിരുത്താൻ പോകേണ്ടത്. ആദ്യം തിരുത്തേണ്ടത് നിങ്ങളുടെ കാരണബോധനയാണ്. തറവാടിന്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പുകഴ്ത്തുന്ന ഈ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് BGM ഇട്ട് അദ്ദേഹത്തെ പുളകം കുളിക്കുന്നതിന് പകരം അദ്ദേഹത്തെ വിളിച്ച് പാർട്ടി മീറ്റിംഗിൽ വിളിച്ച് തിരുത്താനുള്ള ആർജവം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണം. ഇനി അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, വിനയാന്വിതരായിട്ട് വീണ്ടും ആളുകളെ സമീപിക്കുമെന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ഞങ്ങൾ വിനയാന്വിതരായിട്ട് വീട് കയറി പ്രചാരണം നടത്തി നിയമസഭാ ഇലക്ഷൻ ജയിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ശരി തന്നെ, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചാൽ നിങ്ങൾ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണോ വിനയാന്വിതരാകുന്നത്? വിനയാന്വിതരാകുക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കന്മാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ വിനയാന്വിതരാകുക എന്ന് പറഞ്ഞാൽ അതൊരു ശൈലിയായിട്ട് മാറണം, പെരുമാറ്റത്തിന്റെ രീതിയായിട്ട് മാറണം. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രം വിനയാന്വിതരാകുന്ന ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി അല്ല ഇവിടെ CPM സ്വീകരിക്കേണ്ടത്. രണ്ടാമത് നിങ്ങൾ പറയുന്നത് നല്ല ഭരണം കാഴ്ചവെച്ചുവെന്ന്. എന്താ ഇവിടെ നടത്തിയ നല്ല ഭരണം? ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം വലിയ രീതിയിൽ വളരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ മനസ്സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ ആളുകൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. നാട്ടിലെ ഗുണ്ടകളൊക്കെ പോലീസുകാർ നല്ലതാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, ഗുണ്ടകൾ നടക്കുന്ന സൽക്കാരത്തിൽ DYSP ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ഒരു രീതിയിലും പെൻഷനില്ല, റേഷനില്ല, സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സാധനങ്ങളില്ല. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മോദി സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കുന്ന സാഹചര്യത്തിലാണ് നവകേരള സദസ്സ് നടത്തുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലാൻ നോക്കുമ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി പറയുന്നത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ കേരളീയം നടത്തി ധൂർത്ത് നടത്തുന്നത്. ഇവിടെ പാവപ്പെട്ട മറിയക്കുട്ടിക്ക് 1600 രൂപ പെൻഷൻ കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പണം കിട്ടാത്തത് കൊണ്ടാണ് വൈകുന്നതെന്ന് പറയുന്ന കാലഘട്ടത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കുന്ന കേരളീയം നിങ്ങൾ നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാ? പട്ടിണി കിടക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചല്ല കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് നിങ്ങൾ പറയേണ്ടത്. ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ PSCയിലെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട 9464 ചെറുപ്പക്കാർ 62 ദിവസത്തെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയെ സാക്ഷിയാക്കി കണ്ണീർ മഴയുമായിട്ട് അവർ വീട്ടിലേക്ക് പോയില്ലേ? പട്ടിണി കിടന്നും മുട്ടിലഴിഞ്ഞും സമരം ചെയ്ത് ആ ചെറുപ്പക്കാരോട് നീതി പുലർത്താൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചോ? ഇല്ല. ജിൻഡോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ജിൻഡോ. അതിൽ ചിലത് സത്യമുണ്ട്, ചിലത് അർത്ഥസത്യമുണ്ട്, ചിലത് വളരെ ഭാവുകത്വം കലർന്നതുണ്ട്. ഇപ്പൊ PSCയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയ സംസ്ഥാനം കേരളമല്ലേ? മറിച്ചൊരു ചോദ്യമുണ്ട്, വിനയാന്വിതരായവരുടെ കാര്യത്തിൽ എന്താണ് വിനയാന്വിതരായ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ BJP ലീഡ് നേടാൻ കാരണം സർ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തില് BJP ലീഡ് ചെയ്ത മണ്ഡലങ്ങളോ എല്ലാം നിങ്ങൾ എടുത്തോ, കോൺഗ്രസ് ഇപ്പോഴും 110-ലധികം സീറ്റുകളിൽ ഭൂരിപക്ഷം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ തന്നെ RSSന്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞത് ആനി രാജ എന്ന് തൃശ്ശൂരിൽ സുനിൽകുമാറിന് 12,000 വോട്ടുകൾ കൂടുകയും അവിടെ കഴിഞ്ഞ തവണ TN പ്രതാപൻ പിടിച്ചതിൽ നിന്ന് 87,000 വോട്ടുകൾ BJPയിലേക്ക് പോവുകയും ചെയ്തു. BJPയിലേക്ക് 87,000 വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് പോവുകയും അവിടെ CPM 12,000 വോട്ടുകൾ കൂടുകയും ചെയ്താൽ ആരുടെ വോട്ടാണ് പോയത്? ആരാണ് ശ്രദ്ധിക്കേണ്ടത് തൃശ്ശൂരിൽ? അല്ല, ഇതില് വോട്ട് ആരുടെയാണ് പോയതെന്ന് വോട്ട് ചെയ്ത മുഴുവൻ ആളുകളെ എണ്ണിത്തിരിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഓരോ തെരഞ്ഞെടുപ്പിലും തോൽക്കുമ്പോൾ അത് ഞങ്ങളുടെ വോട്ടാണ്, മറ്റൊരാളുടെ വോട്ടാണെന്നൊക്കെ പറയുമ്പോൾ കണക്കാണ്. അവിടെ നിങ്ങൾക്ക് 87,000 വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നത് കണക്കാണ് ജിൻഡോ, എന്റെ ഭാവനാവിലാസമല്ല, അത് കണക്കാണ്. ആ കണക്കിൽ നിങ്ങൾ അംഗീകരിക്കണ്ടേ? ആ കണക്കിൽ 87,000 വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെട്ടു, അതേസമയം BJPക്ക് വോട്ട് വർദ്ധിച്ചു. വളരെ സിമ്പിൾ അല്ലേ കോറിലേഷൻ? അല്ല അരുൺ, അതിൽ ഞാൻ പറയട്ടെ, ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 4,15,089 വോട്ടാണ് കോൺഗ്രസ് UDF അവിടെ നേടിയ വോട്ട് അല്ലേ? അവിടെ LDF അന്ന് മേടിക്കുന്നത് 3,21,456 വോട്ടാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഈ അരുൺകുമാർ പറഞ്ഞ വിനയാന്വിതരായിട്ടുള്ള നേതാക്കന്മാർ വീട് കയറി അഭ്യർത്ഥിച്ചപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് 3,52,778 വോട്ട്. അത്രയും വോട്ടേ കഴിഞ്ഞ് ലാസ്റ്റ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് LDFന് കിട്ടിയത് 4,85,117 വോട്ട് LDFന് ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സമർത്ഥമായ ഒരു കണക്കാണ്. ലോക്സഭയും തമ്മിലാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. ലോക്സഭയും നിയമസഭയും തമ്മിലല്ല നമ്മൾ താരതമ്യം ചെയ്യേണ്ടതെന്നാണ് എന്റെ പക്ഷം. ലോക്സഭയും നിയമസഭയും തമ്മിൽ താരതമ്യം ചെയ്താൽ അങ്ങനെ ഒട്ടേറെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളാണ് വിജയിച്ചു നിൽക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കേരളത്തിൽ ഒരു UDF വേവ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്റെ വാദം. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അപ്പോഴും തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ആരുടെ നഷ്ടപ്പെട്ടു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്? അതായിരുന്നു എന്റെ പ്രധാനപ്പെട്ട കൺസേൺ. പക്ഷേ താങ്കൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. അതായത് ഈ സർക്കാരിന്റെ ഭരണത്തിനെ കുറിച്ചുള്ള വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതെവിടെ ശൈലി മാറേണ്ടതില്ലേ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ജിൻഡോ, ആ ചോദ്യമാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. എനിക്കൊപ്പം JR പത്മകുമാർ കൂടി ചെന്നു. ശ്രീ JR പത്മകുമാർ, വെരി ഗുഡ് ഈവനിങ്. ഇന്നെന്തായാലും ചിരിച്ചു നിൽക്കുന്നവരിൽ ഒരാൾ JR പത്മകുമാർ കൂടിയാണ് എന്നത് എനിക്കറിയാം. കാരണം ആ പേരിൽ തന്നെയുണ്ട് താമര. കേരളത്തിലുമുണ്ട് ഒരു താമര. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക്. LDFന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ വെളിച്ചത്തിൽ ശൈലി മാറ്റേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. ശ്രീ JR പത്മകുമാർ, ഈ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 3.9% വോട്ട് വർധനവ് നിങ്ങൾ വരുത്തിയിട്ടുണ്ട്. BJP മാത്രം ഏകദേശം 6 ലക്ഷത്തിലധികം കൂടുതൽ വോട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചു. അഭിനന്ദനാർഹമായ കാര്യമാണ്. കാര്യമായ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വിജയിച്ചു കയറിയ സ്ഥാനാർത്ഥി പറയുന്നത് അത് ആ വ്യക്തിയുടെ പ്രഭാവം എന്ന നിലയിലാണ് അത് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. BJP ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്, പക്ഷേ തനിക്ക് രാഷ്ട്രീയേതരമായ വോട്ടുകൾ കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വോട്ട് വർദ്ധിപ്പിച്ചതിൻ്റെ പ്രഭാവം ഈ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ പ്രസ്താവനയിൽ അലിഞ്ഞു പോകുന്നുണ്ടോ JR പത്മകുമാർ? ക്രെഡിറ്റ് സുരേഷ് ഗോപിക്കാണ്, BJPക്കല്ല. ശ്രീ JR പത്മകുമാർ, ചെറിയ ഒരു സാങ്കേതിക തടസ്സമുണ്ട്. അങ്ങയുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ആ സാങ്കേതിക തടസ്സം പരിഹരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഒന്നുകൂടി ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. ചെറിയ സാങ്കേതിക തടസ്സം ഞാൻ അങ്ങയിലേക്ക് വരാം. അതിന് മുമ്പ് അരുൺകുമാർ, നേരത്തെ ജിൻഡോ സൂചിപ്പിച്ചൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഭരണ മികവിനെ കുറിച്ച് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നുള്ളത് ആക്ഷേപമല്ല, അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ CPMന് കഴിയുന്നില്ലേ? ഈ സർക്കാരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത്, സാധാരണ സപ്ലൈകോയിൽ വന്നാൽ സാധനങ്ങൾ ലഭിക്കാത്തത്, അതേസമയം മറുഭാഗത്ത് ധൂർത്ത് നടത്തുന്നു എന്നത്, ഇതെല്ലാം കേവലം ആരോപണങ്ങൾ മാത്രമാണോ? ഇതൊക്കെ യാഥാർത്ഥ്യമായ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ? നവകേരള സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്താണ്? അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ കാഴ്ചയേക്കാൾ ആൾക്കാരുടെ കൺമുന്നിൽ ഇപ്പോഴും നിൽക്കുന്നത് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ച രക്ഷാപ്രവർത്തന ദൗത്യമാണ്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ടാവില്ലേ? ഇത് ജനങ്ങൾ മനസ്സിലാക്കിയതല്ലേ? ആരോപണങ്ങൾ മാത്രമാണോ? വൻ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കി എന്ന രൂപത്തിൽ തന്നെയാണ്. ഇപ്പൊ കാര്യം 18 സീറ്റ് കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റും ജയിച്ചവരാണ് അവർ. എന്നാൽ കോൺഗ്രസിന് 2019 കിട്ടിയതിനേക്കാൾ 6,10,278 വോട്ടുകൾ കുറവാണ്. കൃത്യമായി പറഞ്ഞാൽ 2019 കോൺഗ്രസിന് കിട്ടിയ ആകെ വോട്ടിനേക്കാൾ 6,10,278 വോട്ട് കുറവ്. BJPക്ക് കൂടുതൽ കിട്ടിയത് 6,65,000 വോട്ടാണ്. അതായത് കോൺഗ്രസിന് കുറഞ്ഞ വോട്ട് BJPക്ക് കൂടുതൽ കിട്ടി. ഇടത് LDFനെ സംബന്ധിച്ചിടത്തോളം 3 ലക്ഷത്തെ ശിഷ്ടം വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത് അംഗീകരിച്ചല്ലോ. ഞാൻ ആദ്യം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതുപോലെ തൃശ്ശൂരും ആലത്തൂരും നഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ചെയ്തത്. ആലപ്പുഴ കിട്ടി. അപ്പൊ കൂടുതൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് തോൽവി ഉണ്ടായിട്ടില്ല എന്ന് സമർപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് പോരായ്മ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ അംഗീകരിക്കുകയാണ്, ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കും. തിരുത്തേണ്ടതെല്ലാം ഞങ്ങൾ തിരുത്തും. അതോടൊപ്പം തന്നെ ഞങ്ങൾ പല മേഖലകളിലും ഞങ്ങൾ നടത്തിയ ക്യാമ്പയിനുകളും ഞങ്ങൾ നടത്തിയ ജനങ്ങളോടുള്ള വിശദീകരണവും അത് വേണ്ടത്ര തരത്തിൽ ജനങ്ങളിലേക്ക് എത്താതെ പോയതിന്റെ കാരണം എന്താണ്? വലതുപക്ഷവും മാധ്യമങ്ങളും അടക്കം നടത്തിയ പ്രചരണം ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളിൽ സ്വാധീനം മറികടക്കാൻ വേണ്ടിയല്ലേ മുഖ്യമന്ത്രി നേരിട്ട് മണ്ഡലങ്ങളിലേക്ക് പോയത്? എന്നിട്ട് വീണ്ടും മാധ്യമങ്ങളെ പഴിച്ചിട്ട് എന്ത് കാര്യം അരുൺകുമാർ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്തരത്തിൽ ക്യാമ്പയിനുകളെല്ലാം നടത്തുമ്പോൾ ഇപ്പോ ഈ തൃശൂർ മണ്ഡലം ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇവിടെ അങ്ങ് ചോദിച്ചല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധിയോട്, നിങ്ങളുടെ 86,000 വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ ഇത് എവിടത്തെ കണക്കെന്നാ ചോദിച്ചത്? 86,000 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെടുമ്പോഴാണല്ലോ അത് BJPക്ക് കൂടുതൽ കിട്ടി ജയിക്കുന്നത്. 4,15,000 വോട്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് തൃശൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതല്ലേ താഴത്തേക്ക് പോയത്? ഇവിടെ തൃശൂർ മണ്ഡലത്തിലെ 6 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് എത്ര വോട്ട് കുറഞ്ഞോ അതിൽ കൂടുതൽ BJPക്ക് വർദ്ധിപ്പിക്കുന്ന ആ കണക്ക് കൃത്യമായി പരിശോധിച്ചാൽ നമുക്കറിയാം. നേമത്ത് എങ്ങനെയാണ് അക്കൗണ്ട് തുറന്നത് BJP?
അന്ന് 63,000 വോട്ട് നേമം മണ്ഡലത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് 2 ഘട്ടമായി 13,000 വോട്ടായി കുറഞ്ഞപ്പോ BJP അവിടെ അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് തന്നെയാണ് തൃശ്ശൂർ ഉണ്ടായത്. അല്ല, ഞാൻ ഒറ്റ മിനിറ്റ് പറയട്ടെ. തൃശൂർ മണ്ഡലത്തിൽ കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും BJPയും ഒരുമിച്ച് സമരം നടത്തി. അതിന്റെ നേട്ടം ആര് കൊയ്തു? ഒരുമിച്ച് സമരം നടത്തി നേട്ടം BJP കൊയ്തു. അതുപോലെ തന്നെ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും BJPയും ഒരേപോലെ സമരം നടത്തി. അതിന്റെ നേട്ടം ആര് കൊണ്ടു? അതുപോലെ തന്നെ തൃശ്ശൂർ CPMന്റെ ബാങ്ക് അക്കൗണ്ട് ഇടയ്ക്ക് അതിൽ ഇടപെടൽ വന്നപ്പോൾ ബ്ലോക്ക് ചെയ്തപ്പോൾ വലിയ തരത്തിൽ കോൺഗ്രസും BJPയും പ്രചരണം നടത്തി. അപ്പോ വലിയ തരത്തിൽ BJPക്ക് ജയിക്കാനുള്ള മണ്ണ് സൃഷ്ടിച്ച കോൺഗ്രസ് അത് മറച്ചു വെക്കാൻ വേണ്ടി CPMനെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്തത് കോൺഗ്രസ് മണ്ണൊരുക്കിയത് കൊണ്ടാണോ? ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ അരുൺകുമാർ, ഞങ്ങൾക്ക് 123 ലോകസഭാ മണ്ഡലങ്ങളിലും പുറകിൽ പോയ ചരിത്രമുണ്ടെന്നേ. ആ 123 ശ്രീ JR പത്മകുമാറിന്റെ ചോദ്യം അങ്ങ് കേട്ടിട്ടുണ്ടാകും. മറുപടി NDA അല്ലെങ്കിൽ BJP കേരളത്തിൽ ഒരു വിജയം ഉണ്ടാക്കിയത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത് വ്യക്തികളുടെ വിജയമാണ് അല്ലെങ്കിൽ BJPക്ക് അതിൽ പങ്കില്ല, NDAക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞാൻ പറഞ്ഞോട്ടെ അരുൺ, ഞാൻ പറഞ്ഞോട്ടെ. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിലെ മുന്നണിക്കും സ്ഥാനാർത്ഥികൾക്കും എല്ലാം അതിനുള്ള പങ്കുണ്ടാവും. ആ പങ്ക് എല്ലാവരും നിർവഹിക്കുമ്പോഴാണ് ജയിക്കുന്നത്. അല്ലാതെ ഒരു പാർട്ടിയുടെ മാത്രം കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ മാത്രം കഴിവുകൊണ്ടോ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ പല മണ്ഡലങ്ങളും ആ രീതിയിലെടുത്ത് പരിശോധിച്ച് നോക്കാൻ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഇത് കേരളത്തിൽ NDA കാലുകുത്തില്ല, വട്ടപൂജ്യമായിരിക്കും, ഒരിക്കലും BJP ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് 35% വോട്ട്, 31% വോട്ട്, 28% വോട്ട്, 25% വോട്ട്. ഇത് തൃശ്ശൂർ മാത്രമല്ല ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്ത് 35% വോട്ട് നേടാൻ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞിട്ട് ഒരു നിസ്സാര വോട്ടിനാണ് നമുക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൻ്റെ കാരണം അരുൺകുമാർ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMന്റെ MLA മാരുണ്ടായിരുന്ന സ്ഥലത്ത് CPM എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? കഴക്കൂട്ടത്ത് എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? നേമത്ത് എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? നെയ്യാറ്റിൻകര എങ്ങനെ 2-ാം സ്ഥാനത്ത് പോയി? തിരുവനന്തപുരം മണ്ഡലത്തിൽ എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയി? ഇതൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ പറയും ഞങ്ങളുടെ അടവ് നയമാണ്, BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ രീതിയിൽ തൃശ്ശൂരിൻ്റെ വോട്ടിൻ്റെ വിശകലനം വരുമ്പോൾ മാത്രം കോൺഗ്രസ് NDAക്ക് വോട്ട് ചെയ്തു എന്നുള്ള നിലയിലെടുക്കരുത്. ഞങ്ങൾ എല്ലാ മണ്ഡലവും നിങ്ങളെടുത്ത് പാർലമെൻറ്റ് മണ്ഡലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, നിങ്ങൾ പൊതുവിൽ പരിശോധിച്ച് നോക്കിയാൽ UDFന് കഴിഞ്ഞ 2019 വോട്ട് ശതമാനത്തെക്കാൾ ഇപ്പോൾ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 47% കൂടുതൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 45% ആയിട്ടുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വോട്ട് കുറവ് വന്നിട്ടുണ്ട്. എല്ലാ മുന്നണിക്കും 2-3% വോട്ട് കുറയുമ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി വോട്ട് വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 19% കൂടുതൽ വോട്ട് ഞങ്ങൾ നേടി. അത് കേരളത്തിൽ ഞങ്ങൾ നിരന്തരമായി നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു പരാജയം കൊണ്ടൊന്നും ഞങ്ങൾ മുന്നോട്ട് പോകില്ല. ഓരോ പരാജയം ഏറ്റുവാങ്ങുമ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമെന്ന് വിശ്വസിച്ച് തന്നെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇത് വ്യക്തിയുടെ പ്രഭാവമാണ് അല്ലെങ്കിൽ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് വില കുറച്ച് കാണിക്കേണ്ട. പാർട്ടിയും സ്ഥാനാർത്ഥിയും മുന്നണിയും എല്ലാം കൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ നിലയിലെത്തിയത്. 11 അസംബ്ലി മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്തെത്താനും ഏകദേശം 8ഓളം അസംബ്ലി സ്ഥാനത്ത് 2-ാം സ്ഥാനത്തെത്താനും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 2 മുന്നണികളുടെയും വോട്ടിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. BJP വോട്ട് വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അംഗീകരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദി പ്രഭാവം ഒരു വശത്ത്, സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു വശത്ത്, 2 കേന്ദ്രമന്ത്രിമാർ കാടിളക്കിയുള്ള പ്രചരണം നടത്തുന്നത് മറുവശത്ത്, ഇതൊക്കെ വന്നിട്ടും ആകെ നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നത് 3.9% വോട്ടാണ്. നിങ്ങൾക്ക് ഇത്രയും അധികം മെഷീനറി ചലിച്ചു കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അല്ല അരുൺ ശതമാനമല്ല, നിങ്ങൾ തിരുവനന്തപുരത്ത് ഒന്ന് പരിശോധിച്ച് നോക്കൂ. അവസാന റൗണ്ട് വരെ ഞങ്ങൾ 20-25% വോട്ടിന് 25,000 സംഭവിച്ച അതേ കാര്യമല്ലേ 2024 സംഭവിച്ചിട്ടുള്ളൂ. അതിനപ്പുറം എന്താ സംഭവിച്ചിട്ടുള്ളത്?
അല്ല ആണ് അതിനേക്കാൾ അല്ലല്ല. ആ സമയത്ത് CPM-ന്റെ വോട്ട് എത്ര, ഇപ്പൊ എത്ര വോട്ട്? നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് എത്ര തിരുവനന്തപുരത്ത് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര ഉണ്ടായിരുന്നു? ഞാൻ അസംബ്ലി ബേസിലാണ് പറഞ്ഞത്. അസംബ്ലി ബേസിലാണ് ഞാൻ ചോദിച്ചു. വട്ടിയൂർക്കാവിൽ CPM-ന്റെ MLA ആണല്ലോ പ്രശാന്ത്. ഇപ്പൊ അവിടെ 3-ാം സ്ഥാനം പോയത് എങ്ങനെയാ? കഴക്കൂട്ടം CPM-ന്റെ MLA ആണല്ലോ, ഇപ്പൊ എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയത്? നേമം CPM-ന്റെ MLA ആണല്ലോ, എങ്ങനെ 3-ാം സ്ഥാനത്ത് പോയത്? നെയ്യാറ്റിക്കര എങ്ങനെ 2-ാം സ്ഥാനത്ത് പോയത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2019 കുമ്മനം രാജശേഖരൻ ലീഡ് നേടി എല്ലാ മണ്ഡലങ്ങളിലും പിന്നീട് CPM എത്തി. നിങ്ങൾ എപ്പോഴും പറയുന്നതാണല്ലോ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എത്ര അസംബ്ലി മണ്ഡലത്തിനകത്ത് 1-ാം സ്ഥാനം ഉണ്ടായിരുന്നത്? ഇപ്പൊ എത്രയാണ് ഉള്ളത്? 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും എത്ര സ്ഥലത്താണ് ഉള്ളത്? അപ്പോൾ ആ നിലയിൽ ഈ കഴിഞ്ഞ പാർലമെന്റും ഈ പാർലമെന്റുകളും നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ 15% വോട്ടുണ്ടായിരുന്നത് 19% വർദ്ധിച്ചില്ല. തിരുവനന്തപുരത്ത് BJP-ക്ക് മാത്രം ഉണ്ടായിരുന്നത് 13%. അത് NDA കൂടെ ചേരുമ്പോഴാണ് 16% ആവുന്നത്. ഞാൻ മുന്നണിയാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ NDA പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് NDA തന്നെ പറയുന്നത് 16% 19.1% വർദ്ധിച്ചു. ഞാൻ അതേ തിരുവനന്തപുരം അല്ല. ഞാൻ നിങ്ങൾ ഒരു കണക്കെടുക്കൂ. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് എത്ര ശതമാനം വോട്ടാണുള്ളത്? 35%. ആറ്റിങ്ങൽ കഴിഞ്ഞതിന് CPM-ന് LDF-ന് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു? NDA-ക്ക് ഇപ്പൊ എത്ര ശതമാനം ഉണ്ട്? വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. പക്ഷേ അത് മതിയോ എന്നതാണ് എന്റെ ചോദ്യം. പിന്നെ അതായത് ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നേട്ടമുണ്ടാക്കി. ആശ്വസിക്കുന്നതിനെ കുറിച്ച് അവിടെ റബ്ബർ വിട്ടതുപോലെ തിരിച്ചു പോവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണാൻ പോകുന്ന പൂരമല്ലേ? ആവർത്തിക്കില്ല എന്നാണ്. അതായത് ഇപ്പോൾ ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിലും BJP നേടിയിരിക്കുന്ന ലീഡ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിലും നിങ്ങൾ ആവർത്തിക്കുമെന്നാണോ ഈ പറയുന്നത്? 8 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്ത് വന്നത് 1-ാം സ്ഥാനത്തേക്ക് വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിൽ കൂടുതൽ നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങൾ ആവർത്തിക്കുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അതിനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. പക്ഷേ അതിന് നിങ്ങളുടെ മുന്നിൽ ഒരു സുരേഷ് ഗോപി ഇനി ഇല്ലല്ലോ. സുരേഷ് ഗോപിയല്ലേ കേരളത്തിലുള്ളൂ. രണ്ടാമതൊരു സുരേഷ് ഗോപി ഇല്ലല്ലോ. സുരേഷ് ഗോപി നമ്പർ 2 ജൂനിയർ സുരേഷ് ഗോപി ഇല്ലല്ലോ. അല്ല നിങ്ങൾ സുരേഷ് ഗോപി മാത്രമാണോ ജയിച്ച സ്ഥാനാർത്ഥിയാണ്? ജയിച്ചത് സുരേഷ് ഗോപി മാത്രമാണ്. അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കി. സുരേഷ് ഗോപി മാത്രമാണ്. അല്ല ആയിക്കോട്ടെ. അല്ലെ എങ്കിൽ പിന്നെ നിങ്ങൾ ആ കണക്കാക്കണമെങ്കിൽ LDF-ന് എത്രയാ സീറ്റ്? കേരളത്തിൽ എത്രയാ സീറ്റ്? ഞങ്ങളും LDF-ഉം ഒരേപോലെ അല്ലേ? അല്ല 8 സീറ്റിന്റെ വ്യത്യാസം. നേട്ടം കൊയ്തത് UDF ആണ്. അല്ല ഒരേ MP ആണ്. ഞങ്ങൾക്ക് BJP കൊണ്ട് നിങ്ങൾ പാർലമെന്റിൽ വേറെയാണ്, പാർലമെന്റും സ്റ്റൈൽ വേറെയാണ്, അസംബ്ലി മാറ്റമാണെങ്കിൽ കേരളത്തിൽ LDF-നൊപ്പമാണ് BJP എന്ന് പറയാൻ നിങ്ങൾ അഭിമാനത്തോടു കൂടി പറയൂ, അല്ലെ തൻ്റെ അടുത്തോടു കൂടി പറയൂ. ഈ ഓരോ അസംബ്ലിയിലെ പാറ്റേൺ വേറെയാണ്, പാർലമെന്റിലെ വേറെയാണെന്ന് കുറെ ഞാൻ സംഭവിച്ചു. നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് നോക്കാം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനതിനെ തള്ളിക്കളയുന്നില്ല. 3% വളർച്ച നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നു. കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ PC തോമസിനേക്കാൾ നിങ്ങൾക്ക് അഭിമാനകരമായ വിജയം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെയാണ് അരുൺകുമാർ, ജിൻഡോ ജോൺ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്. ഈ BJP-യുടെ ആത്മവിശ്വാസത്തിന് വളം വെച്ചു കൊടുത്തത് ആരാണ്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ തൃശ്ശൂർ മണ്ഡലത്തിലെ മുൻനിർത്തി മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കമുള്ളവർ ഉത്തരവാദികളല്ലേ? അരുൺകുമാറെ, ഇതിൽ ഒരു പ്രശ്നം എന്താ പറയുമോ? BJP-യുടെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വരവിന് വളം വെച്ചു കൊടുത്തതിൽ ഒന്നാമത്തെ കക്ഷി CPM തന്നെയാണ്. ഏറ്റവും അവസാനം നമ്മൾ തൃശ്ശൂർ പൂരം അലമ്പാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തുകയും സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി പാഞ്ഞെത്തുകയും ആരോടും ചർച്ച ചെയ്യാതെ തന്നെ പ്രശ്നങ്ങൾ അവസാനിക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടതാണ്. ഇതൊക്കെ ചില തിരക്കഥകളുടെ ഭാഗമാണ്. കരുവന്നൂർ പോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. ഇതൊക്കെ സുരേഷ് ഗോപിക്ക് വഴിയൊരുക്കിയതിൽ ചില കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പൂർത്തിയാക്കിയ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. 2021 LDF-ന് കിട്ടിയ ടോട്ടൽ വോട്ട്, നിയമസഭാ വോട്ടിൽ 4 ലക്ഷം, അതിനേക്കാൾ
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേനും LDFന്റെ വോട്ട് ഷെയർ 1,47,465 വോട്ട് കുറഞ്ഞു. UDFന്റെ ആണെങ്കിൽ 24,664 വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും തമ്മിൽ കമ്പയർ ചെയ്താൽ. അപ്പോൾ നിങ്ങൾ പറയും പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശരിയായ ഒരു ഏകമാണോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ തിരിച്ചൊരു ചോദ്യം, LDF കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരൊറ്റ വോട്ട് പോലും തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ചേർത്തിട്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട്. പുതിയ വോട്ടർമാരുണ്ട്, 18 വയസ്സ് ചേർന്ന പുതിയ വോട്ടർമാരുണ്ട്, അല്ലാതെ അവിടെ സ്ഥലം മാറി വന്നവരുണ്ട്. അപ്പോൾ LDF ഒരു വോട്ട് പോലും അവിടെ ചേർത്തിട്ടില്ലേ? അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകളൊക്കെ എവിടേക്ക് പോയി? കോൺഗ്രസിൽ നിന്ന് വോട്ട് ഒഴുകി പോയതിനെ കുറിച്ചിട്ട് അരുൺകുമാർ പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM LDF അവിടെ ചേർത്ത വോട്ടുകളൊക്കെ എവിടെ പോയി? ഒന്നാമത്തത്. രണ്ടാമത്തത്, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ 2,93,822 വോട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് 4,12,338 വോട്ടാണ്. അതായത് 2019 നിന്ന് 2024 ആകുമ്പോൾ BJPയുടെ വോട്ട് ഷെയർ 1,18,516 വർദ്ധിച്ചു. അതിൽ നിങ്ങൾ പറയുന്ന 87,000 വോട്ടാണ് UDFൽ നിന്ന് പോയതെങ്കിൽ ബാക്കി വരുന്ന 31,000-ലധികം വോട്ട് ആരുടേതാണെന്ന് കൂടി മറുപടി പറയണ്ടേ? വോട്ടാണ് സുരേഷ് ഗോപി പിടിച്ചത്. അതിൽ കൂടുതൽ പിടിച്ചിരിക്കുന്നത് UDFന്റേതാണ് എന്നതാണ് LDFന്റെ വാദം. അപ്പൊ അങ്ങനെ പറയണം അരുൺ. അപ്പൊ അതിൽ അങ്ങനെ നമ്മൾ പറയുവാണെങ്കിൽ അത് കുറെ കൂടി ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചർച്ചയാവും. UDFന്റെ മാത്രം പോയി എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിൽ അരുൺകുമാർ ഇവിടെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഈ അരുൺകുമാറിനെ അല്ല, LDFന്റെ പ്രതിനിധി അരുൺകുമാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് അങ്ങനെ വിഴുങ്ങിക്കൊണ്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. മൂന്നാമത്തെ കാര്യം, ഈ സുരേഷ് ഗോപി ലീഡ് ചെയ്ത 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും 7 ഭരിക്കുന്നത് 7 MLA-മാര് CPM-ന്റെ. അതിൽ 1 കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ് ചെയ്തത്, ഗുരുവായൂർ. ബാക്കി 6 BJP ലീഡ് ചെയ്യുന്ന ഉത്തരവാദിത്തം അവിടുത്തെ മന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്. ആ മന്ത്രി കൂടിയുണ്ട്. ആറ്റിങ്ങളിൽ നോക്കൂ, ആറ്റിങ്ങളിൽ ലീഡ് ചെയ്യുന്നത് 2 ഉണ്ടായിരുന്ന എത്ര മന്ത്രിമാരാണ് നോക്കൂ. മാവേലിക്കരയിൽ ലീഡ് ചെയ്തിരിക്കുന്നത് മന്ത്രിമാരുടെ മണ്ഡലത്തിലാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്ക്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നമ്മൾ തൃശ്ശൂർ മാത്രം ചർച്ച ചെയ്താൽ പോരാ. തിരുവനന്തപുരം മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഉത്തരവാദിത്തമാർക്ക് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും LDFനുമാണ്. അവിടെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്തെത്തുന്നു. തിരുവനന്തപുരം ലോക്സഭയിൽ ഉത്തരവാദിത്തമാർക്ക് ആ 3 മണ്ഡലങ്ങളിലും MLA-മാരാ CPM-ന്റെയാണ്. ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആറ്റിങ്ങലും കാട്ടാക്കടയും അടക്കം 2 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP ലീഡ് ചെയ്യുന്നു. അവിടുത്തെ MLA ഉത്തരവാദിത്തമാർക്ക് CPM-നും LDF-നാണ്. തൃശ്ശൂര് തന്നെ മണലൂര്, ഒല്ലൂര്, തൃശ്ശൂര്, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട് അടക്കം മന്ത്രിമാരുടെ അടക്കം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP ലീഡ് ചെയ്യുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞു വെച്ചാൽ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ സർക്കാരിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ അത് വോട്ട് എൻക്യാഷ് ചെയ്യുന്നതിൽ BJP അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് തന്നെ എടുത്തു പറയണം. BJPക്ക് അത് സാധിച്ചെങ്കിൽ ബാക്കി സ്ഥലങ്ങളിൽ അത് സാധിക്കണമായിരുന്നു, പക്ഷെ സാധിച്ചില്ല. സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് അവിടെ സാധിച്ചു. അതുകൊണ്ട് വ്യക്തിപരമായി കൂടി അദ്ദേഹത്തിന്റെ പ്രഭാവത്തിൽ അദ്ദേഹം ജയിച്ചു. അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഘടനാപരമായിട്ട് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും. പക്ഷേ ഇത് മുഴുവൻ കോൺഗ്രസിന്റെ കുറ്റമാണെന്ന് പറഞ്ഞൊഴിഞ്ഞാൽ ഉത്തരവാദിത്വവും തങ്ങൾക്കല്ല എന്നാണ് ജിൻഡോ സമർത്ഥിക്കുന്നത്. മറുപടി വേണം അരുൺകുമാർ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. അരുൺകുമാർ, ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ജിൻഡോ ചോദിച്ച ചോദ്യം, ഈ സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരമല്ലേ നേമത്ത് പ്രതിഫലിച്ചത്, കഴക്കൂട്ടത്ത് പ്രതിഫലിച്ചത്, വട്ടിയൂർക്കാവിൽ? ഈ 3 LDF സ്ഥാനാർത്ഥികൾ പിന്നോക്കം പോകുന്ന അവസ്ഥയെത്തി. ഇന്ന് VD സതീശൻ പറയുകയായിരുന്നു, തൃശ്ശൂരിൽ അന്തിക്കാട് ഉൾപ്പെടെ CPM കോട്ടകളിൽ BJP കടന്നു കയറുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രതികരണത്തിൽ ഒതുക്കാൻ കഴിയില്ല. ഇത് പരിശോധിക്കാമെന്നതല്ല, BJPക്ക് കേരളത്തിൽ വേരോടുന്നതിൽ CPM-ന്റെ കോട്ടകളിലാണ് ആ ഇടങ്ങൾ ഉണ്ടാവുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പതിവ് പോലെ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. 11 ഇടങ്ങളിലാണ് BJP 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്, 8 ഇടങ്ങളിലാണ് BJP 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പലതും CPM-ന്റെ കോട്ടകളാണ്. നേമത്താണെങ്കിലും ശരി, വട്ടിയൂർക്കാവാണെങ്കിലും ശരി, കഴക്കൂട്ടമാണെങ്കിലും ശരി, ഈ അന്തിക്കാടാണെങ്കിലും ശരി. എങ്ങനെ വിശദീകരിക്കും? മിസ്റ്റർ അരുൺകുമാർ, ആദ്യം JR പത്മകുമാർ പറഞ്ഞല്ലോ വലിയ മുന്നേറ്റം. ഇതിപ്പോ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം എന്നൊരു മണ്ഡലം ഉണ്ടായിരുന്നല്ലോ ലോകസഭ. അവിടെ LDF-നെയും UDF-നെയും തോൽപ്പിച്ച് നേരത്തെ NDA 2004 വിജയിച്ചിരുന്നു.
അന്നും നിങ്ങൾ പറഞ്ഞിരുന്നു കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അടുത്ത വർഷം മുതൽ 10-100 താമരയോളം വിരിയും, നിയമസഭ വരെ ഞങ്ങൾ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു 2004. പിന്നെ ആ മണ്ഡലം തന്നെ ഇല്ലാതായി, ആ താമര അതോടുകൂടി അസ്തമിച്ചു. അതിനുശേഷം നേമത്ത് നിങ്ങൾ ജയിച്ചപ്പോഴും പറഞ്ഞു ചുറ്റുപാടുമെല്ലാം താമര അങ്ങനെ പടരാൻ പോവുകയാണ്, വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന്. ആ താമര കൊഴിഞ്ഞു വീണ് നമ്മൾ കണ്ടല്ലോ, നേമത്തിലെ അക്കൗണ്ട് തന്നെ പൂട്ടിപ്പോയത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15%-ലധികം വോട്ട് നിങ്ങൾ നേടിയപ്പോഴും ഇതേ വാദം നിങ്ങൾ ഉന്നയിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ അത് 12% കുറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവസാനത്തെ 11 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം വളരെ ശുഷ്കമാണ്. അത് 2004 ഉണ്ടായിട്ടുള്ളൂ, വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ചലനമാണ് ഉണ്ടായത്. ഇപ്പോൾ BJPക്ക് 3ാമത് ഭരണത്തിൽ വരും എന്നുള്ള ഒരു പ്രതീതി ജനിച്ചപ്പോൾ ഒരു വോട്ട് കേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതിനെ കുറച്ച് കാണുന്നില്ല. ഞങ്ങൾ വലിയ രൂപത്തിൽ അത് പരിശോധിക്കും. കേവലമായിട്ടുള്ള ഒരു വാക്ക് എന്ന രൂപത്തിലല്ല, ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ കണ്ടെത്തും. ഗവൺമെന്റിനെതിരെ നടക്കുന്ന സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങളെ ഞങ്ങൾ ചെറുക്കും. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ കണ്ടെത്തി, കാരണം കണ്ടെത്തി തന്നെ ഞങ്ങൾ പ്രതിരോധിക്കും. ഒറ്റ കാര്യം ഞങ്ങൾ പറയാം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ, ആ ചാനലിലെ പത്രലേഖകൻ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇത് നേരത്തെ ഞങ്ങൾ തൃശൂർ മണ്ഡലത്തിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ രാവിലെ ശ്രീ കെ മുരളീധരന്റെ ഓപ്പൺ ആയിട്ടുള്ള പ്രചരണം, റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചിരുന്നു. കെ മുരളീധരൻ 8 മണിക്ക് തന്നെ തൃശൂർ പട്ടണത്തിലെത്തി. 2-3 കോൺഗ്രസുകാരുടെ ബൈക്ക് മാത്രമാണ് വന്നത്. 10 മണി വരെ ഞങ്ങൾ കാത്തിരുന്നു, മാധ്യമങ്ങളും കാത്തിരുന്നു. 3ാമതോ 4ാമതോ ഒരു ബൈക്ക് വരാത്തത് കൊണ്ട് കെ മുരളീധരൻ തിരിച്ചുപോയി. ഇത് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്ന് പ്രധാനപ്പെട്ട ഒരു ചാനൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം പബ്ലിഷ് ചെയ്യാണ്. ഇത് നേരത്തെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഞങ്ങൾ തീരുമാനമെടുത്തതിന് ശേഷമാണ്. അപ്പോൾ വളരെ അജണ്ട വച്ചുള്ള ഒരു പ്രവർത്തനം, അവിടെ വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നും കോൺഗ്രസിന്റെ വോട്ട് BJPയിലേക്ക് ഒഴുകുമെന്നുള്ള ബോധ്യം ഉണ്ടായിട്ട് പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ മടി കാണിച്ച സാഹചര്യവും അതിനുശേഷം പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇടതുപക്ഷത്തെ തകർക്കാൻ പല ഘട്ടത്തിലും പല രൂപത്തിലുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമത്തെയെല്ലാം ചെറുത്തു തോൽപ്പിച്ച് തിരിച്ചു വന്ന ചരിത്രം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങൾ തിരിച്ചു വരുമെന്ന് മാത്രമല്ല, കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കും. എവിടെയാണോ കുറവ്, ആ കുറവ് കണ്ടെത്തി പരിഹരിക്കാനുള്ള ആർജവം എല്ലാ ഘട്ടത്തിലും കാണിച്ച പാർട്ടി എന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് അരുൺ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വോട്ട് ബാങ്കുകളുടെ മേഖലയിലും ഞങ്ങൾക്ക് വിജയമുണ്ടായ മേഖലയിലും BJPയോ കോൺഗ്രസോ മറ്റേതെങ്കിലും ചോദ്യം. ആ ശൈലി മാറണ്ടേ? ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നാൽ, നവകേരള സദസ്സിൽ എറിഞ്ഞതുപോലെ എറിഞ്ഞാൽ, അതിനുശേഷം പ്രചരണം സംഘടിപ്പിച്ചതുപോലെ പ്രചരിപ്പിച്ചാൽ ആ പന്ത് എങ്ങോട്ട് പോകുമെന്നതാണ് ചോദ്യം. ഏറ് മാറണ്ടേ? ദിശ മാറണ്ടേ? ഒറ്റ ഉത്തരമേ ഉള്ളൂ. 2019 123 സീറ്റിൽ പുറകിൽ പോയ മുന്നണി 2021 99 സീറ്റിൽ വിജയിച്ചു കയറിയത്. 99 സീറ്റിൽ വിജയിച്ചു കയറിയത്. ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ച. ഞങ്ങൾ ചരിത്രം തിരുത്തി എഴുതിയത് തന്നെയാണ് അതിന്റെ മറുപടി. ഞങ്ങൾക്ക് കുറവുകൾ പരിഹരിക്കാൻ അതേപോലെ തിരിച്ചു വരുമെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ സീറ്റുകളും അതേപോലെ പന്ത് പോലെ തിരിച്ചു പോകുമെന്നാണ്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസം കണ്ടെത്തുന്നതിനാണ്. ജില്ലാ കൗൺസിൽ, പണ്ടത്തെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ ജില്ലയും പിടിച്ചെടുത്തതിന് ശേഷം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്ത് നടന്നു എന്ന് അരുണൊന്ന് തിരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇദ്ദേഹം പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും അദ്ദേഹത്തിനോട് പറയാറുള്ളത്. ഈ ഞങ്ങൾക്കെതിരായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ കള്ളപ്രചരണങ്ങൾ, അതുപോലെ പ്രചരണങ്ങൾ ഞങ്ങൾക്കെതിരായിട്ടുള്ളത്, അത് ഞങ്ങൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങളത് കണ്ടെത്തും. ഞാൻ വെറുതെ ഇരിക്കും, നിങ്ങളത് വെറുതെ ഇരിക്കൂ, ഒരു മാന്യത കീപ്പ് ചെയ്യൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല ചർച്ചയല്ലേ, എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പറയുന്നതും കേൾക്കുന്നുണ്ടല്ലോ. അപ്പം താങ്കൾ പറഞ്ഞത് തന്നെയാണ് അങ്ങോട്ടും പറയാനുള്ളത്. ഞങ്ങൾക്കെതിരായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ, വർഗീയ പ്രചരണങ്ങൾ ഞങ്ങൾ പരിശോധിക്കുകയും അത് ചെറുക്കാനുള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തുകയും ചെയ്യും. നിങ്ങൾ തൃശ്ശൂരിൻ്റെ കാര്യം മാത്രമല്ല ഇപ്പോൾ പറഞ്ഞോളൂ. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലത്തും നിങ്ങളാണ് പ്രതിനിധികളുള്ളത്, LDF MLA-മാരാണുള്ളത്. അവിടെ 2 സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ 3 സ്ഥലത്തും ഞങ്ങൾ 1ാം സ്ഥാനത്തെത്തിയത്. 2 സ്ഥലം പ്രായോഗിക ഒരു വോട്ടിൻ്റെ എണ്ണത്തിൽ വളരെ നിസ്സാര വോട്ടിനാണ് ചിറകീട് ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളത്. അവിടെ എങ്ങനെയാണ് ഞങ്ങൾ 1ാം സ്ഥാനത്ത് വന്നത്? വേറെ ഏതെങ്കിലും വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ കഴിവും അതുപോലെ ഫലമായിട്ടാണ് ഞങ്ങൾ അവിടെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്.
അതല്ല, ഞാൻ അത് അഡ്മിറ്റ് ചെയ്തല്ലോ. വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ്, വ്യക്തിപ്രഭാവവും NDAയുടെ സംഘടിതമായ പ്രവർത്തനവും എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ലാതെ പ്രവർത്തനം ഇല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി കഴിഞ്ഞ 5 വർഷക്കാലം ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മുതൽക്കൂട്ടും അതേപോലെ NDAയുടെ സംഘടനാ മിഴവും കൊണ്ട് തന്നെയാണ് അവിടെ ആ നിലയിലേക്ക് വന്നത്. നിസ്സാര വോട്ടിനാണ് ഞങ്ങൾക്ക് 2ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. അവിടെ എന്താ സംഭവിച്ചത്? അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി വോട്ട് മാറി ചെയ്തുകൊണ്ടാണ് ജില്ലയിൽ തന്നെ 3ാം സ്ഥാനത്താണ്. അവിടെ കനത്ത മത്സരം അടൂർ പ്രകാശും വി ജോയും തമ്മിലായിരുന്നു. ഈ UDF തരംഗത്തിനിടയിലും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം മാറ്റിങ്ങളിലാണ്. അല്ല, അതല്ലല്ലോ ഞാൻ ചോദിച്ച. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എത്ര വോട്ടിന്റെ കുറവ് അവിടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ആർട്ടിക്കിൾ ഞങ്ങൾക്ക് താങ്കളുടെ പേരിലുള്ളതുപോലെ കേരളത്തിൽ പുതുതായിട്ട് 6 ലക്ഷം ആളുകൾ താമരയെ സംശയമില്ല. 6 ലക്ഷം പേർ താമരയെ പുതുതായി ഹൃദയത്തിലേറ്റിയിരിക്കുന്നു. ഇത് ചെറിയൊരു കാര്യമേ അല്ല. ഇനി കൂടുതൽ ആളുകൾ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഈ കള്ളപ്രചരണങ്ങൾ ചെറുക്കാനും അത് പരിശോധിക്കാനും ഞങ്ങൾ അത് പരിശോധിച്ച് മുന്നോട്ട് പോകും. കാരണം ഈ 2 മണ്ഡലത്തിൽ ഞങ്ങളുടെ ചെറിയ ഒരു നോട്ടപ്പിശക് കൊണ്ടാണ് ഞങ്ങൾക്ക് 2 സീറ്റ് നഷ്ടപ്പെട്ടത്. പാർലമെന്റ് ആണെന്നോ ആലോചിക്കണം, അസംബ്ലി അല്ല. ഈ 2 പാർലമെന്റ് മണ്ഡലവും കൂടി ഞങ്ങൾക്ക് ഒരു വലിയ വരവ് തിരിച്ചുവരവ് നടത്തുമെന്നാണ് ജെ ആർ പത്മകുമാർ. ആത്മവിശ്വാസം നല്ലതാണ്. നന്ദി ശ്രീ ജെ ആർ പത്മകുമാർ, നന്ദി ശ്രീ KS അരുൺകുമാർ, നന്ദി ശ്രീ ജിൻഡു ജോൺ. നമുക്കൊപ്പം ചർച്ചയിൽ ചേർന്നതിന് ശൈലി മാറ്റേണ്ടേ എന്നതായിരുന്നു ചോദ്യം.